ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. ജ്വല്ലറി ഹോൾ വീഡിയോ ആണ്. ജ്വല്ലറി എല്ലാവർക്കും ഇഷ്ടമല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജ്വല്ലറി ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫേസ്ബുക്കിലും കിട്ടും. യൂഷ്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതാണല്ലോ കൂടുതലും. അപ്പോൾ ഈ സ്റ്റോറിന്റെ പേര് vibhusit get alankrit എന്നാണ്. അപ്പോൾ ഈ സ്റ്റോർ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലേഡിയാണ് നടത്തുന്നത്, പേര് സുജ എന്നാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനത്തെ ബിസിനസ് മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണുണ്ട്. എസ്പെഷ്യലി വീട്ടിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജോബൊക്കെ വിടേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്ന് പറയുന്നത് അതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. എന്നിരുന്നാൽ പോലും അതിൽ മാത്രം ഒതുങ്ങാണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തൻ്റെതായിട്ടുള്ള ഒരു ഏർണിങ്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഇത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രൂ മേടിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും ഉണ്ട്, ത്രൂ വാട്സപ്പും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ജ്വല്ലറി ആയിട്ട് മേടിക്കാം, ഇനി അതല്ലെങ്കിൽ ബോക്സ് ആയിട്ട് മേടിക്കാം. ഒരു ബോക്സിൽ കുറച്ചധികം ജ്വല്ലറി ആയിട്ട് അവർ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. എനിക്ക് 2 ബോക്സുകളായിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്ന് ദേ കണ്ടോ, ഈ പൗച്ചിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1000 രൂപയുടെ ഒരു ബോക്സ് ആണ് കേട്ടോ. അത് 1400 രൂപയുടെ കമ്മലുകളും മാലകളും അങ്ങനത്തെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് 1050 രൂപ കൊടുത്താൽ മതി. 1000 ആണ് ബോക്സിന്റെ വില, പ്ലസ് 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പൗച്ചിലാണ് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്ക് പൗച്ചാണ് കേട്ടോ. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ലതായിരിക്കും അല്ലേ. നല്ല രസമായിട്ടുള്ള മിറർ വർക്ക് ഉണ്ട്, നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. നമുക്കിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാം അതിന്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇൻഡിവിജ്വലി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ അവരുടെ കാർഡ് ഉണ്ട്, ഇതിൽ വാട്സപ്പ് നമ്പറും ഫേസ്ബുക്ക് പേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കവറിൽ എല്ലാ ജ്വല്ലറിയും ഉണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു സെറ്റാണ്, കമ്മലും മാലയും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഹാർട്ട് ഷേപ്പ് പെൻറ്റന്റും അതേപോലെ മാലയാണ്. ഇത് ഗോൾഡും അതേപോലെ തന്നെ വൈറ്റ് ഗോൾഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പെൻറ്റന്റ് തുറക്കാൻ പറ്റുമോ? ഇല്ല, തുറക്കാനൊന്നും പറ്റില്ല. കമ്മലും ഇതേ ഡിസൈൻ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടാണ് 250 രൂപ എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട്. അടുത്തത് ഒരു റിംഗ് ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 100 രൂപയാണ്. നല്ല രസമുണ്ട്, 100 രൂപയ്ക്ക് അടിപൊളിയാണ് എന്തായാലും. അപ്പൊ ഇത് സ്റ്റോൺ അല്ല, വേറെ എന്തോ ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഇവിടെ 2-3 സ്റ്റോൺസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, കോപ്പർ കളറിലാണ് ഉള്ളത്. നല്ല രസമുണ്ട്. അടുത്തത് നല്ല അടിപൊളി ഹെവി സാധനമാണ്. അത്യാവശ്യം നല്ല കനുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. ഇത് അടിപൊളി സ്റ്റേറ്റ്മെന്റ് പീസ് ആണ്. ഒരുപാട് നല്ല രസമായിട്ടുള്ള ബീഡ് വർക്ക്സ് ഉണ്ട്. താഴെ കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സും പിന്നെ ഇവിടെ നിറയെ ജുംക്കാസ് ആണ്. 3 ജുംക്ക ഉണ്ട് കേട്ടോ ഒരു കമ്മലിൽ തന്നെ. നല്ല രസമുണ്ട്. സൽവാറിന്റെ ഒപ്പം ഇൻഡോ വെസ്റ്ററിന്റെ ഒപ്പം ഒക്കെ നന്നായിട്ട് ചേരും. എസ്പെഷ്യലി പ്ലെയിൻ കുർത്തി സൽവാറിന്റെ ഒപ്പം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഏത് പ്ലെയിൻ കളർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം എല്ലാ കളേഴ്സും ഈ കമ്മലിൽ തന്നെ ഉണ്ട്. ബ്ലൂ ആണെങ്കിലും ശരി, ഓറഞ്ച് ആണെങ്കിലും ശരി, യെല്ലോ ആണെങ്കിലും ശരി, ബ്ലാക്ക് ആണെങ്കിലും ശരി, ഭയങ്കര കളർഫുൾ അടിപൊളി സംഗതിയാണ്. ഇതൊരു ജുംക്കയാണ്. ജുംക്കയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസാണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഹുക്ക് ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസാണ്. അപ്പോൾ ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് കേട്ടോ. സൽവാർ കുർത്ത, ഈവൻ സാരിയുടെ ഒപ്പം ഒക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഇടണം. അങ്ങനത്തെ ജുംക്കാസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇടാവുന്നതാണ്. ഇതൊരു നല്ല രസമായിട്ടുള്ള സിമ്പിൾ കമ്മലാണ്. ഇമക്കുട്ടി കണ്ട അപ്പോൾ പറയും അച്ഛൻ അമ്മ ഇമക്കുട്ടിയാന്ന് പറയും. ഇമയ്ക്ക് അങ്ങനെയാണ്. ഒരു 3 സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്മ ഇമ അങ്ങനെയാണ് പറയുക. അപ്പൊ അതേപോലെ തന്നെ ഒരു അച്ഛമൂങ്ങിയുണ്ട്, അമ്മമൂങ്ങിയുണ്ട്, ഒരു കുട്ടിമൂങ്ങിയുണ്ട്. ഇതിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് സൽവാർ കുർത്തി വെസ്റ്റേൺ വെയർസിന്റെ ഒപ്പൊക്കെ ഇടാൻ പറ്റിയതാണ്. ഇതൊരു ക്യൂട്ട് ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഒരു സിൽവർ ജ്വല്ലറി ആണ്, ഒരു യുണീക്ക് പീസാണ്. കാണുന്ന അത്ര ഹെവി അല്ല കേട്ടോ, എന്നാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് താനും. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇവിടെ സ്റ്റോൺ വർക്ക് ഉണ്ട്. നല്ലൊരു യുണീക്ക് പീസാണ്, സ്റ്റേറ്റ്മെന്റ് പീസാണ്. ഇത് മാത്രം ഇട്ടാൽ മതിയാവും. പിന്നെ ഇനി നമുക്ക് മാലയും വളയുടെയും ഒന്നും ആവശ്യമില്ല. പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. 100 ആണോ 150 രൂപയാണോ എനിക്ക് അത്ര ഇങ്ങോട്ട് മനസ്സിലാവണില്ല. എന്തായാലും സംവെയർ ബിറ്റ്വീൻ 100 to 150 ആണ്. യുണീക്ക് പീസാണ്. ഇത് ഒരു മരത്തിന്റെ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. കണ്ടോ,
ഇതിട്ടാൽ തന്നെ അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ അത്ര അറിയില്ല. ഇതിന് 150 രൂപയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ശ്രദ്ധിക്കും. അത്രയ്ക്ക് യുണീക്ക് പീസാണിത്. നല്ല സ്റ്റോൺ വർക്ക് ഉണ്ട്. ഈ ഓൺലൈനിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് യുണീക്ക് സംഗതികൾ കിട്ടും. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും അതേപോലെ തന്നെ സ്ട്രീറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ കുറേ പേരുടെ അതിൽ സെയിം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ചിലർക്ക് ഉണ്ടാവില്ലേ കുറച്ച് യുണീക്ക് ആയിട്ടുള്ളത് വേണം, അതായത് അധികം കാണാത്ത ജ്വല്ലറി വേണം എന്നൊക്കെ ഉള്ളവർക്ക് ശരിക്കും ഓൺലൈൻ പർച്ചേസ് ഭയങ്കര നല്ലതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര വെയിറ്റ് ഒന്നും ഇല്ല. 150 രൂപയ്ക്ക് ഇത് അടിപൊളിയാണ്. സ്റ്റെഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീ ഗിഫ്റ്റ് ആണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. ഇതൊരു സ്റ്റാർ ഷേപ്പിലുള്ളതുണ്ട് ഒരു സ്റ്റെഡ്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഇതേ കാണാനുണ്ട്. ഇതൊരു മൾട്ടി കളർ സ്റ്റെഡാണ്. രണ്ടും ഡ്രസ്സ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ കോളേജ് കുട്ടികൾക്ക് ഭയങ്കര നല്ലതാണ് മാറ്റി മാറ്റി ഇടാനായിട്ട്. പിന്നെ അടുത്തത് ഒരു ബട്ടൺ സ്റ്റെഡാണ്. പണ്ടുണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. കുറേ നാളെ ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ട്. നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് 1000 രൂപയുടെ ഒരു ബോക്സിൽ കിട്ടണത്. അപ്പൊ ഏകദേശം 10 മീതെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് എ ബാഗ്. എന്തായാലും പ്രോഡക്ട്സ് എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇനി അടുത്ത ബോക്സ് എന്ന് പറയുന്നത് 500 റുപ്പീസിന്റെ ബോക്സ് ആണ്. അതെന്ന് വെച്ചാൽ 499 രൂപ പ്ലസ് 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജസ് ആണ് കേട്ടോ ഉണ്ടാവുക. 900 റുപ്പീസിന്റെ പ്രോഡക്ട്സ് ആണ് നമുക്ക് ഈ 550 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് നമുക്ക് കിട്ടണത്. അപ്പൊ ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊരു ബോക്സോ പൗച്ചിലോ ഒന്നല്ല വന്നത്, സാധാരണ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് വന്നത്. പാക്കേജിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ കമ്മൽ എന്ന് പറയുന്നത് ടാസൽ ഇയറിങ്സ് ആണ് കേട്ടോ. ടാസൽ ഇയറിങ്സിന്റെ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. ഇത് കുറച്ച് വലുതാണ് കേട്ടോ, പക്ഷെ എന്നാ അതിഭീകര വലുതല്ല. ഇതിന്റെ ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. കുറച്ചെങ്കിലും വലിയ ഇയറിങ്സ് ഇഷ്ടമുള്ള ആൾക്ക് ഇത് ഈസിലി ക്യാരി ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഇത് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ്. അടുത്തത് ഒരു നെക്ക് പീസ് ആണ്. ഇതിന് 150 രൂപയാണ്. ഒരു അടിപൊളി ജാങ്കോ നെക്ക് പീസ് ആണ്. ഇത് നോക്കൂ, ഈശ്വര നല്ല കളർഫുൾ ആണ്. പിന്നെ വലിയ കമ്മലുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മാല അത്ര ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. എനിക്ക് ആക്ച്വലി മാല ഇടാത്തതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മാല ഇട്ടാൽ ഭയങ്കര അസ്വസ്ഥത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആക്ച്വലി എറണാകുളത്ത് പോയപ്പോഴാന്ന് തോന്നുന്നു കുറച്ച് പിള്ളേർ ഇങ്ങനത്തെ ഇട്ട് നടക്കണ്ടായിരുന്നു. ഇത് കമ്മലും മാലയും കൂടി സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് 150 രൂപയ്ക്ക് ശരിക്കും ലാഭമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ പറയുന്നത് ഡിസൈനിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹെവി സാധനമാണ്. ഇത് സിമ്പിൾ കമ്മലാണ്. സിൽവർ കളറിലാണ് ഉള്ളത്. ഓക്സിഡൈസ്ഡ് ഒന്നല്ല, പക്ക സിൽവർ കളറാണ്. 70 രൂപയുള്ളൂ കേട്ടോ. ഇതിന് പച്ച കളറാണ്. ഒരു ഡിഫറെന്റ് പച്ചയാണ്. ഒരു ചാണകപ്പച്ചയാന്ന് തോന്നുന്നു കേട്ടോ ഇതിന്റെ കളറ്. അങ്ങനത്തെ ഒരു കളറാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് പ്രോപ്പർ സിൽവർ കളറാണ് കേട്ടോ. കുർത്ത സൽവാസിന്റെ ഒപ്പം നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ബോക്സിൽ മൂങ്ങയുടെ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇതിൽ ബട്ടർഫ്ലൈയുടെ ആണ് വന്നിരിക്കുന്നത്. ഡെയിലി വരുന്നത് ശരിക്കും പെർഫെക്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ഇടാൻ പറ്റും കേട്ടോ. കൂട്ടായിട്ടുണ്ടോ കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. അടുത്തത് നമ്മൾ കഴിഞ്ഞ ബോക്സിൽ കണ്ട പോലെ തന്നെ റിംഗ് ആണ്. പക്ഷെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. ഇത് കുറച്ചൊരു വേറൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ഉണ്ട് ഇതില്. പക്ഷെ ഇതിൽ സ്റ്റോൺസ് ഇല്ല കേട്ടോ. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പീസാണ്. നമുക്ക് സാരിയുടെ ഒപ്പം ആണെങ്കിലും സൽവാറിന്റെ ഒപ്പം ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്യും. അടുത്തത് കുറച്ചൊരു വെറൈറ്റി പീസാണ്. ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു കൊടക്കമ്പിയുടെ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു മുത്തുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് 100 രൂപയാണ് കേട്ടോ. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ അത്ര കനമൊന്നുമില്ല. ഇത് നല്ലൊരു കളറാണ്. എന്ന് വെച്ചാൽ ഉദിച്ച ഗോൾഡൻ കളറല്ല, കുറച്ചൊന്ന് ഡൾ ആയിട്ടുള്ള ഗോൾഡൻ കളറാണ്. പേളും കുഴപ്പമൊന്നുമില്ല, പേളിന്റെ ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പീസാണ്. നമുക്ക് അത്യാവശ്യം ഡെയിലി വെയറിനും ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് കമ്മൽ തന്നെയാണിത്. ഇങ്ങനത്തെ ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ല കേട്ടോ. ഒന്നാമത് ഞാൻ സ്റ്റെഡ് വളരെ കുറവാണ്. ഇപ്പോഴത്തെ ട്രെൻഡിൽ തന്നെയുള്ള കമ്മലാണ്. പക്ഷെ ഇതിനെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മലിന് മറ്റേ കമ്മലിനെക്കാട്ടിലും കുറച്ച് ഒന്ന് നീളം കൂടുതലാണ്. അതെന്താ അങ്ങനെ പറ്റി? അതിനി ഫാഷനാണോ ഇപ്പം ഇത്? ലോട്ടസിന്റെ ഷേപ്പാണ് ഇവിടെ സ്റ്റെഡിനുള്ളത്. അപ്പോൾ സ്റ്റെഡ് തന്നെ നല്ല പൊളിയായിട്ടുണ്ട്. ഇതിങ്ങനത്തെ ചെയിൻ നല്ല ക്വാളിറ്റി ചെയിനാണ് ഇതുള്ളത്. താഴേക്ക് വന്നിട്ട് ഈ ജുംക്കയും കാണാൻ നല്ല രസമുണ്ട്. ജുംക്കയുടെ താഴത്ത് ബീഡ്സും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് ലെങ്താന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. 200 രൂപയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ ഉണ്ട്. പക്ഷെ ഇതല്ല കേട്ടോ പാറ്റേൺ, വേറെ പാറ്റേൺ ആണ്. പക്ഷെ ഇതാണ് ശരിക്കും കുറച്ചും കൂടി ഭംഗി. ഈ നീളത്തിന്റെ പ്രശ്നമാണ് പ്രശ്നം. അപ്പൊ നമുക്ക് 500 രൂപയ്ക്ക് 7 പ്രോഡക്ട്സ് ഉണ്ട്, 7 ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഒന്നും കുഴപ്പം പറയാനില്ല. ഒരു കമ്മൽ വെച്ച് അതിന്റെ ലെങ്ത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കമ്മൽ, ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് വളരെ ഒരു എന്താ പറയാ, വളരെ ഒരു
ഭയങ്കര ഡെലിക്കേറ്റ് പീസുകളായി. ഇങ്ങനത്തെ കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് മേടിച്ചാലും നമുക്ക് ഒരുപാട് കാലമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ തന്നെ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് അനുസരിച്ചിരിക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ലോണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ്, ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗിവ് അവേയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ജ്വല്ലറി ഹാളിലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ജ്വല്ലറി ഹാളിൽ ഒരു ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അമ്മൂന്ന് പേരുണ്ടായിരുന്നു. അമ്മു ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇത്തവണയും ചെയ്യണത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ യൂട്യൂബിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വീഡിയോൻ്റെ ലിങ്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ആപ്പ് എടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ കമൻസ് പിക്ക് ചെയ്യുന്ന ആപ്പില്ലേ, നമ്മുടെ റാൻഡംലി കമൻസ് പിക്ക് ചെയ്യുന്ന ആപ്പ്, അപ്പം അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ കമൻസ് ഉണ്ടായിരുന്നു, 1000-ന് മീതെ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. 1300, 1400, 1500, 1600 ഇത്രയും കമൻസ് ഉണ്ടായിരുന്നോ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് വിന്നറിനെ കിട്ടി, മെഹ്ജുബിൻ പുഴയ്ക്കൽ അല്ലേ, കാണാമല്ലോ വിന്നറിന്റെ പേരെന്താന്നുള്ളത്. അപ്പോൾ ആളെന്തായാലും കമന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വായിക്കാം. ചേച്ചി വീഡിയോസ് സൂപ്പർ വീഡിയോ ചേച്ചി, എനിക്ക് ചേച്ചിയുടെ മേക്കപ്പ് വീഡിയോയും വ്ളോഗും റിവ്യൂ വീഡിയോയും അതൊക്കെയാണ് ഇഷ്ടം. എന്നിരുന്നാലും ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും അധികം കാണാനായിട്ട് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ അതിനുള്ള മറുപടി എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ടില്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലാത്തത് എന്നുള്ളതും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയില്ലാതെ പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും മെഹ്ജുബിൻ കൺഗ്രാജുലേഷൻ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ആയിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരണം. എന്നാൽ മാത്രമേ എനിക്ക് കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ അയച്ചു തന്നില്ലെങ്കിൽ ഞാൻ വേറെ വിന്നറിനെ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പൊ കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. അപ്പൊ കിട്ടാത്തൊരു വിഷമിക്കരുത്, നമുക്കിനി ഗിവ് അവേ നടത്താം. ആരും വിഷമമൊന്നും വിചാരിക്കരുത്, കംപ്ലീറ്റ്ലി ലക്കാണ്. മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ദയവ് ഇത് കമന്റ് സെക്ഷനിൽ ചേച്ചി എനിക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്നും എഴുതി വെക്കരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, എല്ലാവരും എങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ എഴുതി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് ഭയങ്കര പ്രശ്നമാവും. പിന്നെ ഗിവ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, കംപ്ലീറ്റ്ലി പ്യുവർ ലക്ക് മാത്രമാണ്. അപ്പോൾ അതാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്, കുറേ പേരായി നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ള കാര്യം പറയുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആണോ എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ സൈഡിൽ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് പ്ലീസ് എല്ലാവരും, വീഡിയോ കാണാൻ ഇഷ്ടമുള്ള എല്ലാവരും നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്തിട്ട് അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല. ഇനി അങ്ങനെ ഓൺ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അതായത് എന്നിട്ടാൽ മറ്റന്നാൾ ഇടും, അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഇടും. അങ്ങനെ എന്തായാലും ഇടുന്നത് നിങ്ങൾ എന്തായാലും ഇടയ്ക്ക് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിലും ശരി, ഞാൻ എല്ലാ ദിവസവും കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചില സമയത്ത് യൂട്യൂബ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രാന്തെടുക്കും. അപ്പോൾ അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ എല്ലാം ചെയ്താലും അവർ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.